യെസ്, നമ്മളിനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കൊടും ചൂടാണ്. ചൂട് മാത്രമല്ല, വീർത്തൊലിക്കുകയാണ് കേരളം. കാസർഗോഡ് 13-കാരന് സൂര്യാഘാതം ഏറ്റു എന്നുള്ളൊരു വാർത്തയാണ്. വീടിന് സമീപം കളിക്കുന്നതിനിടെയാണ് സംഭവം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. അബ്ദുൾ റഹ്മാൻ പാണത്തൂരിന്റെ മകൻ മുഹമ്മദ് ജുബൈറിനാണ് സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ സൂര്യാഘാതമേറ്റത്. അസ്വസ്ഥതയെ തുടർന്ന് മുഹമ്മദ് ജുബൈറിന്റെ പുറം വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് സൂര്യാഘാതമേറ്റത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനിടെ ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 39 ഡിഗ്രി വരെയും ചൂട് ഉയരുമെന്നാണ് സൂചന. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലയിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സൂര്യാഘാതം, സൂര്യതാപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വണ്ടി ഓട്ടം വന്നാൽ പോലും ഇവിടെ ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റാത്ത ചൂടാണ്. അതിരുന്ന് ഓട്ടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്രമാത്രം ചൂടാണ്. ആരോഗ്യ വകുപ്പും എല്ലാ വകുപ്പുകളും പറഞ്ഞാലും ഞങ്ങളെ കുടുംബം വെള്ളം കുടിക്കണമെങ്കിൽ ഈ വെയിലത്ത് കിടന്നാലേ പറ്റുള്ളൂ. വെള്ളമൊന്നുമില്ല, ചിലപ്പോൾ ഒന്നും വെള്ളം കിട്ടൂല, ബുദ്ധിമുട്ടാണ്. ആളുകൾ അങ്ങനെ അധികം ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ പോയത് വെള്ളങ്ങൾ എടുക്കുന്നത്. അൾട്രാവയലറ്റ് രശ്മിയുടെ തോത് ഉയർന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.